Hello everyone, welcome back to Career Line Kerala YouTube channel. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നതിനായി വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ മാസം വന്നിട്ടുള്ള എല്ലാ ജോബ് റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസും നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് തിരുവനന്തപുരത്തേക്കാണ് നിങ്ങൾക്ക് പുതിയ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. വിവിധ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷകൾ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ്, 2 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 33 വയസ്സാണ്, ബട്ട് ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് പേ ലെവൽ വരുന്നത് 4 ആണ്. ഏകദേശം 25,000 രൂപയാണ് ബേസിക് പേ വരുന്നത്. ആൻഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് വിത്ത് 50% ഇൻ എനി ഡിസിപ്ലിൻ. ഏത് ഡിസിപ്ലിനിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിന് ക്വാളിഫൈഡ് ആണ്. ബട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏകദേശം 4 ഇയേഴ്സ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ഓഫീസ് എൻവയോൺമെൻറ്റ് അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സ്പീരിയൻസ് വേണ്ടാത്ത പോസ്റ്റുകളും വിളിച്ചിട്ടുണ്ട്. ഫുൾ വീഡിയോ കാണുക. ദെൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. ടോട്ടൽ 4 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. 3 UR വാക്കൻസീസും 1 OBC വാക്കൻസിയും. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. പേ സ്കെയിൽ 3, ഏകദേശം 15,000 രൂപയായിരിക്കും ബേസിക് പേ വരുന്നത്. ആൻഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 50% മാർക്ക് ഇൻ എനി ഡിസിപ്ലിൻ. ഏത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് 3 വർഷത്തെ റിലവൻറ്റ് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. ആൻഡ് ഇവിടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിസൈറബിൾ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ പോലെ നിങ്ങൾക്ക് തരുന്നതാണ്. ആൻഡ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് അടുത്ത് വരുന്ന ഒരു പോസ്റ്റ്. ടോട്ടൽ 3 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. 3 UR വാക്കൻസീസ് ആണ്. ഏജ് ലിമിറ്റ് 32 വയസ്സാണ്. പേ സ്കെയിൽ 5, ഏകദേശം 29,000 രൂപയായിരിക്കും നിങ്ങളുടെ ബേസിക് പേ വരുന്നത്. ആൻഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമില്ല. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്നത് ലാബ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. 4 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. പേ സ്കെയിൽ 3 ആണ്. 15,000 രൂപയായിരിക്കും ബേസിക് പേ വരുന്നത്. ആൻഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc ആണ് ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ സയൻസസ്, ബയോളജിക്കൽ സയൻസസ്. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് മസ്റ്റ് അല്ല. അടുത്ത് വരുന്ന ഒരു പോസ്റ്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഒരൊറ്റ UR വാക്കൻസി ആണുള്ളത്. ആൻഡ് 33 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പേ സ്കെയിൽ 5 ആണ്. 29,000 രൂപയായിരിക്കും ബേസിക് പേ വരുന്നത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് 5 ഇയേഴ്സ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത് വരുന്നത് അറ്റൻഡന്റ് പോസ്റ്റ് ആണ്. അറ്റൻഡന്റ് പോസ്റ്റിലേക്കും 3 വാക്കൻസീസ് ആണ് ഉള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 32 വയസ്സാണ്. പേ ലെവൽ 1, ഏകദേശം ഒരു 18,000 രൂപയായിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത്. ആൻഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധമല്ല. ആൻഡ് ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷകൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അത് നിങ്ങൾക്ക് വീണ്ടും അത് ഹാർഡ് കോപ്പി ആയിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള റെക്കോർഡ് ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ റിലവൻറ്റ് എക്സ്പീരിയൻസ് ഡേറ്റാസും നിങ്ങളുടെ ഏജ് പ്രൂഫും ഇതെല്ലാം കൂടി നിങ്ങൾ ഹാർഡ് കോപ്പി ആയിട്ട് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ സ്പീഡ് പോസ്റ്റായിട്ടോ അയച്ചു കൊടുക്കണം. ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 6/10 ആണ്. ആൻഡ് ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13/10 ആണ്. ആൻഡ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിരിക്കും, ഇല്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവും. കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വെച്ചിട്ടായിരിക്കും ഇത് തീരുമാനിക്കുന്നത്. ദെൻ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ ഫീ ഉണ്ടാവും. 500 രൂപയാണ് എക്സാമിനേഷൻ ഫീ വരുന്നത്. ആൻഡ് SC ST PWD വുമൺ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനൊന്നും തന്നെ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റിയുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസായി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.